വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം, സോഷ്യൽ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണപ്പെടുന്ന, വിപ്ലവവുമായി ബന്ധപ്പെട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ ഈ ഫ്രഞ്ച് വിപ്ലവത്തിലെ ഓരോ കോഡ്സുകളും അതുപോലെ തന്നെ ഓരോ സംഭവങ്ങളും. അപ്പോൾ നമുക്ക് നോക്കാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ ചാനലിൽ പുതിയ SCERT ക്ലാസ്സുകളും അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും PSC ആവർത്തിക്കുന്ന ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട SCERT പാഠഭാഗങ്ങളും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഫ്രഞ്ച് വിപ്ലവമാണ്. ഫ്രഞ്ച് വിപ്ലവത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ഫ്രഞ്ച് വിപ്ലവത്തിൽ ആദ്യം തന്നെ കുറച്ച് കോഡ്സുകൾ നൽകിയിട്ടുണ്ട്. ഈ കോഡ്സുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നത് കേട്ടോ. അപ്പോൾ എന്താണ്? ഞാനാണ് രാഷ്ട്രം, രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്, അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യുവാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറഞ്ഞത് ആരാണ്? ലൂയി 14 ലൂയി 14 എന്താണ് പറഞ്ഞത്? ഞാനാണ് രാഷ്ട്രം, ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞു തുടങ്ങുന്ന വരികൾ പറഞ്ഞിട്ടുള്ളത് ലൂയി 14 അപ്പോൾ ഞാനാണ് രാഷ്ട്രം, രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്, അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യുവാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറഞ്ഞത് ലൂയി 14 ഇനി ലൂയി 15 എന്താണ് പറഞ്ഞത്? എനിക്ക് ശേഷം പ്രളയം, എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15 നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ, കേക്ക് തിന്നുകൂടെ എന്ന് പറഞ്ഞത് ആരാണ്? മേരി ആൻറ്റോയിനറ്റ് ആണ്. മേരി ആൻറ്റോയിനറ്റ് ആണ് പറഞ്ഞത് നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ, കേക്ക് തിന്നുകൂടെ എന്ന്. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ലൂയി 14 ഞാനാണ് രാഷ്ട്രം, രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്, അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യുവാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറയുന്നത് ലൂയി 14 എനിക്ക് ശേഷം പ്രളയം എന്ന് തുടങ്ങുന്ന വരികൾ ലൂയി 15 നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ, കേക്ക് തിന്നുകൂടി എന്ന് പറയുന്നത് മേരി ആൻറ്റോയിനറ്റ് ആണ്. 17-18 നൂറ്റാണ്ടുകളിൽ ഫ്രാൻസിൻ്റെ ഭരണം നിയന്ത്രിച്ചിരുന്നവരുടെ ചില പ്രസ്താവനകളും അവരുടെ അധികാര കേന്ദ്രമായ വേഴ്സായ് കൊട്ടാരത്തിൻ്റെ ചിത്രവുമാണ് മുകളിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഫ്രാൻസിൻ്റെ അധികാര കേന്ദ്രമാണ് വേഴ്സായ് കൊട്ടാരം എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്നും അക്കാലത്ത് ഫ്രാൻസിൽ നിലനിന്ന ഭരണത്തെക്കുറിച്ച് എന്തെല്ലാം വിവരങ്ങളാണ് കണ്ടെത്താനായിട്ട് പറ്റുന്നത്? എന്തൊക്കെയാണ്? ഏകാധിപത്യ ഭരണമാണ് നിലനിന്നിരുന്നത്. ഇവരുടെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്, ഏകാധിപത്യ ഭരണമാണ് നിലനിന്നിരുന്നത്. അതുപോലെ തന്നെ ഭരണാധികാരികൾ ധൂർത്തന്മാരായിരുന്നു. ഭരണാധികാരികൾ ആരായിരുന്നു? ധൂർത്തന്മാരായിരുന്നു അല്ലേ. ഫ്രാൻസിൽ നിലനിന്നിരുന്ന ഭരണ സമ്പ്രദായത്തിന് കീഴിൽ ജനങ്ങളുടെ സ്ഥിതി എങ്ങനെയായിരിക്കാം? ചുവടെ തന്നിട്ടുള്ള വരികൾ അതിലേക്ക് വിരൽ ചൂണ്ടുന്നവയാണ്. അപ്പോൾ അവരുടെ സ്ഥിതി എങ്ങനെയായിരിക്കാം എന്നാണ് പറയുന്നത്. ജനങ്ങളുടെ സ്ഥിതി: ഫ്രാൻസിൽ 10-9 പേരും പട്ടിണി കൊണ്ട് മരിച്ചപ്പോൾ 10 ആരാണ് എങ്ങനെയാണ് മരിച്ചത്? ദഹനക്കേടിലെ അജീർണം ബാധിച്ചാണ് മരിച്ചത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി, സാധാരണക്കാർ നന്നായിട്ട് ദരിദ്രരും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നന്നായിട്ട് പണക്കാരിലെ അവരും ഉണ്ടായിരുന്നു. ഫ്രാൻസിലെ ഭൂരിഭാഗം ജനങ്ങളും ദുരിതത്തിലായിരുന്നു എന്ന് മനസ്സിലായി. കാരണം എന്താണ്? 9 പേര് പട്ടിണി കൊണ്ടാണ് മരിച്ചിട്ടുള്ളത് അല്ലേ. അപ്പം എന്ന് പറയുന്നത് 10-9 പേരും മരിച്ചിട്ടുള്ളത് എങ്ങനെയാണ്? ദുരിതത്തിലായിരുന്ന കാരണം അങ്ങനെ പട്ടിണി മരണമായിരുന്നു. ഓക്കെ. ഭരണാധികാരികൾ ഉൾപ്പെട്ട ന്യൂനപക്ഷം ആഡംബരവും ധൂർത്തവും നിറഞ്ഞ ജീവിതമാണ് നയിച്ചതെന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാം അല്ലേ. ഭരണാധികാരികൾ ഉൾപ്പെട്ട ന്യൂനപക്ഷം ആഡംബരവും ധൂർത്തവും നിറഞ്ഞ ജീവിതമാണ് എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് അവരെ ദഹനക്കേട് കൊണ്ട് മരിച്ചത് അല്ലേ. ഫ്രാൻസിൽ നിലനിന്ന സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങളായിരുന്നു ഈ അവസ്ഥ സൃഷ്ടിച്ചത്. അപ്പോൾ എന്താണ്? ഫ്രാൻസിൽ സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങൾ ഉണ്ടായിരുന്നു. ഫ്രഞ്ച് സമൂഹത്തെ 3 തട്ടുകളായിട്ടാണ് തിരിച്ചിരുന്നത്. അവ എസ്റ്റേറ്റുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഫ്രഞ്ച് സമൂഹത്തെ 3 തട്ടുകളായിട്ട് തരംതിരിച്ചിരുന്നു. ഇവ എന്താണ് അറിയപ്പെട്ടിരുന്നത്? എസ്റ്റേറ്റുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഫ്രഞ്ച് സമൂഹത്തെ എത്ര തട്ടുണ്ടായിരുന്നു? 3 തട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. എസ്റ്റേറ്റുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 3 എസ്റ്റേറ്റുകളായി വിഭജിക്കപ്പെട്ടിരുന്ന ഫ്രഞ്ച് സമൂഹത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഫ്രഞ്ച് സമൂഹത്തിലെ 3 എസ്റ്റേറ്റുകളാണ്. 1 പുരോഹിതന്മാർ, 2 പ്രഭുക്കന്മാർ, 3 കച്ചവടക്കാർ, എഴുത്തുകാർ, അങ്ങനത്തെ പാവപ്പെട്ട ആൾക്കാരാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. 1ാമത്തെ എസ്റ്റേറ്റിൽ ആരാണ് വരുന്നത്? പുരോഹിതന്മാരാണ് വരുന്നത് അല്ലേ. പുരോഹിതന്മാരാണ്. അവരെന്താണ്? അവരുടെ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ധാരാളം ഭൂപ്രദേശം കൈവച്ചു. ആരാണ്? പുരോഹിതന്മാർ ധാരാളം ഭൂപ്രദേശം കൈവച്ചു. അതുപോലെ തന്നെ കർഷകരിൽ നിന്നും തിതേ എന്ന പേരിലുള്ള നികുതി പിരിച്ചു. അപ്പോൾ എന്താണ്? കർഷകരിൽ നിന്നും നികുതി പിരിച്ചത് ഏത് പേരിലായിരുന്നു? തിതയിലെ. തിതേ എന്ന് പറയുന്ന നികുതി പിരിച്ചത് ആരായിരുന്നു? പുരോഹിതന്മാരായിരുന്നു. എല്ലാത്തരം നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു. ഇവരെല്ലാത്തരം നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു. ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ നിയന്ത്രിച്ചു. ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1ാമത് സ്റ്റേറ്റിൽ വരുന്നത് പുരോഹിതന്മാരാണ്. ധാരാളം ഭൂപ്രദേശം കൈവച്ചു. കർഷകരിൽ നിന്നും തിതേ എന്ന പേരിലുള്ള നികുതി പിരിച്ചു. എല്ലാത്തരം
പലതരം നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു. ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ നിയന്ത്രിച്ചു. അപ്പോൾ പുരോഹിതന്മാർ എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന തട്ടിലുള്ള ആൾക്കാരാണ്, ഒന്നാം എസ്റ്റേറ്റുകാരാണ്. അവർക്ക് എന്താണ്, നികുതികളിൽ നിന്ന് അവർ ഒഴിവാക്കപ്പെട്ടവരാണ്. അതുപോലെ തന്നെ ഉയർന്ന പദവി ലഭിച്ചിട്ടുള്ളവരാണ്. അതുപോലെ തന്നെ കൂടുതൽ ഭൂപ്രദേശമുള്ളതും ഒന്നാമത്തെ എസ്റ്റേറ്റുകാരായ പുരോഹിതന്മാരുടെ കയ്യിലാണ്. തിഥി എന്ന് പറയുന്ന നികുതി പിരിച്ചിരുന്നതും പുരോഹിതന്മാരാണ്. ഇനി രണ്ടാമത്തെ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ആരുടെയാണ്? പ്രഭുക്കന്മാരുടേതാണ് രണ്ടാമത്തെ എസ്റ്റേറ്റ്. പ്രഭുക്കന്മാരുടെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സൈനിക സേവനം നടത്തുന്നത് ആരാണ്? പ്രഭുക്കന്മാരാണ് സൈനിക സേവനം നടത്തുന്നത്. കർഷകരിൽ നിന്ന് പലതരം നികുതികൾ പിരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് വേതനമൊന്നും നൽകാതെ അവർ കർഷകരെ നന്നായിട്ട് പണിയെടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പലതരം നികുതികൾ പിരിച്ചിട്ടുണ്ടായിരുന്നു. ഇവരും നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു. ആഡംബരം ജീവിതം നയിച്ചവരായിരുന്നു. വിശാലമായ ഭൂപ്രദേശം കൈവശം ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റിൽ വരുന്നത് പ്രഭുക്കന്മാരാണ്. കർഷകരെ കൊണ്ട് നന്നായിട്ട് പണിയെടുപ്പിച്ച് വേതനം നൽകിയിരുന്നില്ല. അതുപോലെ തന്നെ പലതരം നികുതികളും ഇവർ പിരിച്ചിരുന്നു. അതുപോലെ തന്നെ എന്താണ്, സൈനിക സേവനം നടത്തിയിരുന്നു. അതുപോലെ തന്നെ ഇവർ ആഡംബരത്തിലൊക്കെ നല്ല മുന്നിൽ നിൽക്കുന്ന ആൾക്കാരായിരുന്നു. നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നവരായിരുന്നു. വിശാലമായ ഭൂപ്രദേശവും ഉണ്ടായിരുന്നു. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റിൽ വരുന്നവർ ആരൊക്കെയാണ്? കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ, ബാങ്കർമാർ എന്നിവരടങ്ങിയ മധ്യവർഗമാണ് മൂന്നാമത്തെ സ്റ്റേറ്റിൽ വരുന്നത്. മധ്യവർഗം. അതുപോലെ കർഷകരും കൈത്തൊഴിലാളികളൊക്കെ വരുന്നത് മൂന്നാമത്തെ സ്റ്റേറ്റിലാണ്. കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ, ബാങ്കർ, അതുപോലെ തന്നെ കർഷകരും കൈത്തൊഴിലാളിക്കാരും. അതുപോലെ തന്നെ ഇവർക്ക് എന്താണ്, ഭരണത്തിൽ എന്തുണ്ടായിരുന്നില്ല? ഒരു അവകാശം ഉണ്ടായിരുന്നില്ല. ഭരണത്തിൽ ഒരു അവകാശം ഉണ്ടായിരുന്നില്ല. അതുപോലെ തൈലേ എന്ന പേരിലുള്ള ഭൂനികുതി സർക്കാരിന് നൽകേണ്ടതായിട്ട് വന്നിരുന്നു. തൈലേ എന്ന പേരിലുള്ള ഭൂനികുതി സർക്കാരിന് നൽകണം. തിഥി എന്ന് പറയുന്ന ആര് പിരിച്ചിരുന്നതാണ്? പുരോഹിതന്മാർ കർഷകരിൽ നിന്നും പിരിച്ചിരുന്നതാണ് തിഥി എന്ന് പറയുന്നത്. തൈലേ എന്ന് പറയുന്ന നികുതി സർക്കാരിന്, കർഷകരാണെന്നുണ്ടെങ്കിലും മധ്യവർഗക്കാരാണെങ്കിലും നൽകേണ്ട നികുതിയാണ്. താഴ്ന്ന സാമൂഹിക പദവിയാണ് ഇവർക്കുള്ളത്. അതുപോലെ പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും നികുതി നൽകണം. സർക്കാരിന് ഒരു തൈലേ എന്ന് പറയുന്ന നികുതി നൽകണം. പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും നികുതി നൽകേണ്ട ആരായിരുന്നു? മൂന്നാമത്തെ സ്റ്റേറ്റുകാരായ കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ എന്നിവരടങ്ങുന്ന മധ്യവർഗവും അതുപോലെ തന്നെ കൃഷിയും കർഷകരും കൈത്തൊഴിലാളിക്കാരുമായിരുന്നു. അപ്പം എന്തൊക്കെയാണോ പറഞ്ഞത്? ഒന്നാമത്തെ സ്റ്റേറ്റിൽ വരുന്നത് പുരോഹിതന്മാരാണ്. പുരോഹിതന്മാർക്ക് ഉയർന്ന പദവിയാണുള്ളത്. അവർക്ക് നികുതി ഒന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ കുറേ ഭൂപ്രദേശങ്ങൾ അവരുടെ കൈവശം ഉണ്ടായിരുന്നു. അവർ നികുതികൾ പിരിച്ചിട്ടുണ്ടായിരുന്നത് തിഥി എന്ന് പറയുന്ന പേരിലാണ് അല്ലേ? തിഥി എന്ന പേരിലാണ് നികുതി പിരിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ എസ്റ്റേറ്റിൽ പറയുന്നതായിരുന്നു പ്രഭുക്കന്മാരെ കുറിച്ചാണ്. പ്രഭുക്കന്മാരെന്ന് പറയുന്നത് നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവർ തന്നെയാണ്. അതുപോലെ തന്നെ ആഡംബര ജീവിതമാണ്. വിശാലമായ ഭൂപ്രദേശമുണ്ട്. സൈനിക സേവനം നടത്തിയിരുന്നു. അതുപോലെ കർഷകരിൽ നിന്ന് പലതരം നികുതികൾ പിരിച്ചിട്ടുണ്ടായിരുന്നു. വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ടും ഉണ്ടായിരുന്നു. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ, ബാങ്കർമാർ തുടങ്ങിയ മധ്യവർഗവും അതുപോലെ തന്നെ കർഷകരും കൈത്തൊഴിലാളികാരുമാണ്. അപ്പോൾ ഇവരെന്ന് പറയുന്നത് എന്താണ്? താഴ്ന്ന ആൾക്കാരാണ്. ഇവർക്ക് സർക്കാരിന് ഒരു തൈലേ എന്ന് പറയുന്ന ഒരു നികുതി കൊടുക്കണം. അത് മാത്രമല്ല അതുപോലെ തന്നെ ഈ പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും നികുതി കൊടുക്കേണ്ടതായിട്ട് വന്നിരുന്നു. ഇവർക്ക് ഭരണത്തിൽ ഒരു അവകാശം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് എസ്റ്റേറ്റിനെ കുറിച്ച് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ആശയങ്ങൾ പ്രചോദനമേകുന്നു. ഫ്രാൻസിൽ നിന്ന് അസമത്വങ്ങളെയും ചൂഷണത്തെയും കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിൽ അക്കാലത്തെ ചിന്തകരും ചിന്താധാരകളും പ്രധാന പങ്കുവഹിച്ചു. അത്തരം ചിന്തകരെയും അവരുടെ ആശയങ്ങളെയും നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ എന്താണ്? വോൾട്ടയർ എന്താണ് ചെയ്തത്? പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചതാണ് വോൾട്ടയർ. അതുപോലെ യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചു. ചോദിക്കാട്ടോ, യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചത് വോൾട്ടയർ ആണ്. അതുപോലെ പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചതും ആരാണ്? വോൾട്ടയർ ആണ്. സ്വതന്ത്രമായി, ഇതെപ്പോഴും ചോദിക്കാറുള്ള വാക്കാണ്ടോ, ഈ ഒരു വാക്ക് പഠിച്ചിരിക്കുക. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യർ എവിടെയും ചങ്ങലയിലാണെന്ന പ്രസ്താവനയിലൂടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കിയതാരാണ്? റൂസോയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണെന്ന് പറയുന്ന ആരാണ്? റൂസോയാണ്. അതുപോലെ ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചതും ആരാണ്? റൂസോയാണ്. ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചതും റൂസോയാണ്. ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചു. അതുപോലെ ഗവൺമെൻറ്റിനെ
ഗവൺമെൻറ്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ചതുമാരാണ്? മോണ്ടസ്ക്യൂ ആണ്. അപ്പോൾ മോണ്ടസ്ക്യൂ എന്താ പറയുന്നത്? ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിക്കണം, ഗവൺമെൻറ്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായിട്ട് തിരിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? വോൾട്ടയർ പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചു. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചത് വോൾട്ടയർ ആണ്. ഇനി സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണെന്ന് പറഞ്ഞതും ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചതും ആരാണ്? റൂസോയാണ്. ഇനി മോണ്ടസ്ക്യൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചു, ഗവൺമെൻറ്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായ വിഭാഗം എന്നിങ്ങനെയായിട്ട് തരംതിരിക്കണം എന്ന് പറഞ്ഞത് ആരാണ്? മോണ്ടസ്ക്യൂ ആണ്. അപ്പോൾ ഇത്രയും 3 കോഡ്സും പഠിച്ചിരിക്കുക. ഈ 3 ആൾക്കാരും ഇമ്പോർട്ടൻ്റ് ആണ്, ഫ്രഞ്ച് വിപ്ലവവുമായി ചോദിക്കുന്ന ഭാഗം കേട്ടോ. ഇനി 3ാം എസ്റ്റേറ്റ് മുന്നേറുന്നു. അപ്പോൾ 3ാം എസ്റ്റേറ്റിൽ ആരൊക്കെയാണ് പറഞ്ഞത്? കർഷകരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, മധ്യവർഗ്ഗക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള എല്ലാവരും ഈ പ്രഭുക്കന്മാരും പുരോഹിതന്മാരും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും വരുന്നത് 3ാം എസ്റ്റേറ്റിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഫ്രാൻസിലെ ബൂർബൻ രാജാക്കന്മാർ, പുരോഹിതർ, പ്രഭുക്കന്മാർ തുടങ്ങിയവർ നയിച്ച ആഡംബര ജീവിതം, ധൂർത്ത്, യുദ്ധങ്ങൾ എന്നിവയും തുടർച്ചയായ വരൾച്ചയും കൃഷിനാശവും ഫ്രാൻസിൻ്റെ സാമ്പത്തിക സ്ഥിതി അതീവ ഗുരുതരമാക്കി. അപ്പോൾ ഫ്രാൻസിലെ ബൂർബൻ രാജാക്കന്മാരെ, പുരോഹിതന്മാരെ, പ്രഭുക്കന്മാരൊക്കെ ഭയങ്കര ആഡംബര ജീവിതമായിരുന്നു അല്ലേ നയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ ഇങ്ങനത്തെ യുദ്ധങ്ങൾ, ധൂർത്ത്, അതുപോലെ തന്നെ ഇതൊക്കെ വരൾച്ചയും കൃഷിനാശവും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഫ്രാൻസിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ തന്നെ അത് മാറ്റിമറിച്ചിട്ടുണ്ടായിരുന്നു. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ കോളനികളിൽ സമ്പത്തും സൈന്യവും നൽകി ഫ്രാൻസിലെ ഭരണാധികാരികൾ സഹായിച്ചതും സാമ്പത്തിക പ്രതിസന്ധിയെ രൂക്ഷമാക്കി. അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ കോളനികളിൽ സമ്പത്തും സൈന്യവും നൽകിയിട്ട് ഫ്രാൻസിലെ ഭരണാധികാരികൾ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അതും ഇതിനൊരു കാരണമായിരുന്നു. ജനങ്ങളുടെ മേൽ പുതിയ നികുതികൾ ചുമത്തുന്നതിനായി 1789 ചക്രവർത്തി ലൂയി 16 ജനപ്രതിനിധി സഭയായ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു. 1789 ആര് വിളിച്ചു ചേർക്കുന്നത്? ജനങ്ങളുടെ മേൽ പുതിയ നികുതികൾ ചുമത്താനായിട്ട് ലൂയി 16 വിളിച്ചു ചേർക്കുന്നത് അല്ലേ, സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു. ഫ്രഞ്ച് സമൂഹത്തെ പോലെ സ്റ്റേറ്റ് ജനറലിന് 3 എസ്റ്റേറ്റുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ് ജനറലിനും എന്തുണ്ടായിരുന്നു? 3 എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു. ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതിയെന്നും ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണ്ട എന്നും രാജാവിനെ അനുകൂലിക്കുന്ന ആദ്യത്തെ 2 എസ്റ്റേറ്റുകൾ വാദിച്ചു. അപ്പോൾ ആദ്യത്തെ 2 എസ്റ്റേറ്റുകൾ വാദിച്ചെന്താണ്? ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതി, ഓരോ അംഗത്തിനൊന്നും ഓരോ വോട്ട് വേണ്ട എന്ന് പറഞ്ഞു. എന്നാൽ 3 എസ്റ്റേറ്റുകളിലെയും ഓരോ അംഗത്തിനും ഓരോ വോട്ട് തന്നെ വേണമെന്നായിരുന്നു കോമൺസ് എന്നറിയപ്പെട്ട 3ാമത്തെ എസ്റ്റേറ്റിൻ്റെ ആവശ്യം. അപ്പോൾ കോമൺസ് എന്നറിയപ്പെടുന്നത് 3ാമത്തെ എസ്റ്റേറ്റുകാരിയാണ്. ഇവരുടെ ആവശ്യം എന്തായിരുന്നു? 3 എസ്റ്റേറ്റുകളിലെയും ഓരോ അംഗത്തിനും ഓരോ വോട്ട് തന്നെ വേണം. 3 സ്റ്റേറ്റുകളിലെയും ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണമെന്ന് കോമൺസ് എന്നറിയപ്പെട്ടിരുന്ന 3ാമത്തെ എസ്റ്റേറ്റുകാർ വാദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഓരോ അംഗത്തിനും വോട്ട് വേണമെന്ന് വാദിച്ചു. വോട്ട് ചെയ്യുന്നതിലെ തർക്കം തുടരവേ 3ാമത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങൾ തങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിച്ചു. അവർ അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു. ഫ്രാൻസിനായി ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷമേ പിരിയുകയുള്ളൂ എന്ന് അവർ പ്രതിജ്ഞ ചെയ്തു. ഇതിനെയാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത്. നമുക്കറിയാം എല്ലാ ക്വസ്റ്റ്യനും നമ്മുടെ ചാനലിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കാണുന്ന കുറേ ക്വസ്റ്റ്യൻസിനെ നമുക്ക് ആൻസേഴ്സ് ഇതിലൂടെ നമുക്ക് അറിയാനായിട്ട് പറ്റില്ലേ. കാരണം എന്താണ്? ഈ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്ന ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മൾ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിവിഷൻ ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. എന്താ പറഞ്ഞത്? ഈ ഫ്രാൻസിലെ ആൾക്കാരിലെ വോട്ട് സംബന്ധമായിട്ട് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഈ 3ാമത്തെ എസ്റ്റേറ്റുകാർ ഞാനാണ് അല്ലെങ്കിൽ ഞങ്ങളാണ് ദേശീയ അസംബ്ലി എന്ന് സ്വയം വിശേഷിപ്പിച്ച് ഒരു ഭരണഘടന വേണമെന്ന് പറഞ്ഞിട്ട് ഈ ടെന്നീസ് കോർട്ടിൽ പോയിട്ടാണ് പ്രതിജ്ഞ ചെയ്യുന്നത്. ഇനിയാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഓരോ ഭാഗങ്ങൾ നമുക്ക് നോക്കാം. 1789 ജൂലൈ 14 1789 ജൂലൈ 14 കേട്ടോ. സ്വാതന്ത്ര്യ, സമത്വം, സാഹോദര്യം മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ബാസ്റ്റിൽ ജയിൽ തകർത്തു. ഇതിനെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭമായി കണക്കാക്കുന്നു. അപ്പോൾ ബാസ്റ്റിൽ ജയിൽ എന്ന് പറയുന്നതും എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ബാസ്റ്റിൽ ജയിൽ എന്ന് പറയുന്നത്. 1789 ജൂലൈ 14
സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ബാസ്റ്റിൽ ജയിൽ തകർത്തു. നെക്സ്റ്റ് ഇയർ 1789 ഓഗസ്റ്റ് 12. ഓഗസ്റ്റ് 12 എന്താണ്? ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസ്സാക്കി. ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസ്സാക്കിയത് 1789 ഓഗസ്റ്റ് 12. ഇനി 1789 ഒക്ടോബറിൽ എന്താണ് സംഭവിക്കുന്നത്? പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണമെന്ന മുദ്രാവാക്യവുമായി വേഴ്സായി കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തി. സ്ത്രീകൾ എന്ത് ചെയ്യാണ്? കൂടുതൽ ഭക്ഷണം വേണമെന്ന് പറഞ്ഞ മുദ്രാവാക്യമായിട്ട് വേഴ്സായി കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തി. 1792 സെപ്റ്റംബറിൽ എന്താണ് ഉണ്ടായത്? പുതിയതായി രൂപീകരിച്ച ഭരണഘടനയെ അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചു. റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുന്നത് 1792 സെപ്റ്റംബറിലാണ്. അപ്പോൾ 1789 ജൂലൈ 14 സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന മുദ്രാവാക്യവുമായിട്ട് ബാസ്റ്റിൽ ജയിൽ തകർക്കുകയാണ് ചെയ്യുന്നത്. അതായത് ബാസ്റ്റിൽ ജയിലിൻ്റെ പതനം എന്ന് പറയുന്നത് ചോദിച്ചിട്ടുണ്ട്. ബാസ്റ്റിൽ ജയിലിൻ്റെ പതനം ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. 1789 ജൂലൈ 14. നെക്സ്റ്റ് 1789 ഓഗസ്റ്റ് 12 ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസ്സാക്കുന്നത്. മനുഷ്യാവകാശ പ്രഖ്യാപനം പാസ്സാക്കുന്നതാണ് 1789 ഓഗസ്റ്റ് 12. ഓഗസ്റ്റ് 12. 1789 ഒക്ടോബറിലാണ് സ്ത്രീകൾ ഭക്ഷണം വേണമെന്ന് പറഞ്ഞിട്ട് പോയത്. അതുപോലെ തന്നെ 1792 സെപ്റ്റംബറിലാണ് പുതിയതായിട്ട് രൂപീകരിച്ച ഒരു ഭരണഘടനയുമായിട്ട് ഒരു റിപ്പബ്ലിക്ക് പ്രഖ്യാപിക്കുന്നത്. ഒരു ഭരണഘടന അനുസരിച്ച് റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കേണ്ട 1792 സെപ്റ്റംബറിലാണ്. ഓക്കെ, 1789 ആയിരുന്നു അല്ലേ? 3 വർഷം, ആദ്യത്തെ 3 വർഷം 1789 ആയിരുന്നു. ബാക്കി 92 റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഇനി ഭീകരവാഴ്ച ചോദിച്ചിട്ടുണ്ട് അല്ലേ? ഭീകരവാഴ്ച എന്ന് പറയുന്നതും എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. 1793 ജൂലൈയിൽ ഫ്രാൻസിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായിട്ട് റോബസ്പിയറുടെ നേതൃത്വത്തിൽ ഒരു പൊതു സുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു. അപ്പോൾ റോബസ്പിയർ എന്ന് നൽകിയിട്ട് ഭീകരവാഴ്ച നൽകാം, ചേരുംപടി ചെറുക്കുന്നതിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ റോബസ്പിയറുടെ നേതൃത്വത്തിൽ ഒരു പൊതു സുരക്ഷാ കമ്മിറ്റി 1793 ജൂലൈയിലാണ് ആരംഭിക്കുന്നത്. മിറാബോ, ഡാൻഡൻ തുടങ്ങിയവർ ഇതിലെ അംഗങ്ങളായിരുന്നു. ശത്രുക്കളെന്ന് തോന്നിയ എല്ലാവരെയും അവർ ഗില്ലറ്റിൻ എന്ന യന്ത്രം ഉപയോഗിച്ച് നിഷ്കരണം വധിച്ചു. നിരവധി പ്രഭുക്കന്മാരും പുരോഹിതന്മാരും ഇതിനിരയായി. ലൂയി 16 ഭാര്യ മേരി ആന്റോയിനറ്റും ഗില്ലറ്റിന് ഇരയായവരിൽ ഉൾപ്പെടുന്നു. അവസാനം റോബസ്പിയറും ഗില്ലറ്റിന് ഇരയായി. 1794 ജൂലൈ വരെ നീണ്ടുനിന്ന ഈ ഭരണമാണ് ഭീകരവാഴ്ച എന്നറിയപ്പെടുന്നത്. 1794 ജൂലൈ വരെയാണ് ഭീകരവാഴ്ച ഉണ്ടായിരുന്നത്. ഈ ഭീകരവാഴ്ചയിൽ എന്താ സംഭവിക്കുന്നത്? റോബസ്പിയറുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയാണ്. ശത്രുക്കളെന്ന് തോന്നി എല്ലാവരെയും ഗില്ലറ്റിൻ ഉപയോഗിച്ച് കൊല്ലണമെന്ന് പറയുകയാണ്. അങ്ങനെ ലൂയി 16 ഭാര്യ മേരിയൊക്കെ മരിക്കുകയാണ്. പക്ഷേ ഇയാളും റോബസ്പിയറും മരിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഭീകരവാഴ്ച റോബസ്പിയറുമായി ബന്ധപ്പെട്ടതാണ്. 1794 ജൂലൈ വരെയാണിത് നീണ്ടുന്നത്. ഇനി ഫ്രാൻസിൽ നിന്ന് മറ്റിടങ്ങളിലേക്ക്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കുമെന്ന് പറയുന്നത് ആരാണ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം എന്ന് പിടിക്കുമെന്ന് പറയുന്നത് ആരാണ്? മെറ്റേണിക്കാണ് പറഞ്ഞത് ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കുമെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം ഫ്രഞ്ച് വിപ്ലവവും ഇന്ത്യയുമായി എന്താണ് കണക്ഷൻ എന്ന് നമുക്ക് നോക്കാം. ലോകത്താകമാനം സ്വാധീനം ചെലുത്തിയ ഫ്രഞ്ച് വിപ്ലവം മൈസൂരിലെ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താനെയും സ്വാധീനിച്ചു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി പോരാടാനുള്ള ഒരു തന്ത്രമായി ടിപ്പു ഫ്രഞ്ചുകാരെയുമുള്ള സഖ്യത്തെ കണക്കാക്കി. പൗരനായ ടിപ്പു എന്ന പേര് സ്വീകരിച്ച അദ്ദേഹം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായി തന്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിന്റെ മരം നടുകയും ഫ്രഞ്ച് ക്ലബ്ബായ ജേക്കോബിനിൽ അംഗമാകുകയും ചെയ്തു. അപ്പോൾ ഫ്രഞ്ച് ക്ലബ്ബ് എന്താണ്? ജേക്കോബിനാണ്. ഈ ജേക്കോബിനിൽ അംഗമായിരുന്ന വ്യക്തി ആരാണ് ജേക്കോബിൽ അംഗമായിരുന്നത്? ടിപ്പു ആണ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ടിപ്പു ആണ് ജേക്കോബിൽ അംഗമായിരുന്നത്. അദ്ദേഹം ഇംഗ്ലണ്ടുമായിട്ടുള്ള യുദ്ധത്തിൽ അവരെ സഹായിക്കും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഈ ഫ്രഞ്ചിലെ അടുത്തേക്ക് ചെല്ലേണ്ടല്ലേ ഫ്രഞ്ചുകാരുമായിട്ടുള്ള ഒരു സഖ്യമായിട്ട് കണക്കാക്കുന്നത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാടാനുള്ള ഒരു തന്ത്രമായി ടിപ്പു ഫ്രഞ്ചുകാരായുമുള്ള സഖ്യത്തെ കണക്കാക്കുകയാണ് അല്ലേ. അങ്ങനെയാണ് അദ്ദേഹം ഫ്രഞ്ച് വിപ്ലവത്തിന് ഓർമ്മയ്ക്കായിട്ട് തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് എന്ത് ചെയ്യുന്നത്? സ്വാതന്ത്ര്യത്തിനെ മരം നട്ടത്.
ഇനി ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്വാധീനം എന്തൊക്കെയാണെന്ന് പറയുന്നത് നോക്കാം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആശയത്തിൻ്റെ പ്രചാരണം അറിയാലേ. അതുപോലെ പിൽക്കാലത്ത് ലോകത്തുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും ആവേശം പകർന്നത് ഫ്രഞ്ച് വിപ്ലവമാണ്. യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യം കുറിക്കുകയും സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്ക് ഭീഷണിയാകുകയും ചെയ്തു. രാജ്യമെന്നാൽ പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചു. ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് നൽകി. ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കി. അതുപോലെ മധ്യവർഗത്തിൻ്റെ വളർച്ചയെ സഹായിച്ചു. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആശയത്തിൻ്റെ പ്രചാരണം. പിൽക്കാലത്ത് ലോകത്തുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും ആശയം പകർന്നു. യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യം കുറിക്കുകയും സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്ക് ഭീഷണിയാകുകയും ചെയ്തു. രാജ്യമെന്നാൽ പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണെന്ന് പ്രഖ്യാപിച്ചു. ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് നൽകി. ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കി. മധ്യവർഗത്തിൻ്റെ വളർച്ചയെ സ്വാധീനിച്ചു. ഇനി നെപ്പോളിയനും ഫ്രഞ്ച് വിപ്ലവവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് പറയുന്നത് നോക്കാം. മഹത്തായ ലക്ഷ്യങ്ങൾക്കായിട്ട് വിപ്ലവം നടത്തിയ ഫ്രഞ്ച് ജനതയ്ക്ക് കുറച്ചു കാലം നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ ഏകാധിപത്യ ഭരണത്തിൻ്റെ കീഴിൽ കഴിയേണ്ടി വന്നിരുന്നു. അപ്പോൾ വിപ്ലവം നടത്തിയ ഫ്രഞ്ച് ജനതയ്ക്ക് കുറച്ചു കാലം നെപ്പോളിയൻ്റെ കീഴിൽ കഴിയേണ്ടി വന്നിരുന്നു. ഫ്രഞ്ച് വിപ്ലവാനന്തരം ബ്രിട്ടൻ്റെ നേതൃത്വത്തിൽ ഫ്രാൻസിനെതിരായി രൂപീകരിക്കപ്പെട്ട യൂറോപ്യൻ സഖ്യത്തെ നേരിട്ട് വിജയമരിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ചത് നെപ്പോളിയനാണ്. ഫ്രഞ്ച് വിപ്ലവാനന്തരം ബ്രിട്ടൻ്റെ നേതൃത്വത്തിൽ ഫ്രാൻസിനെതിരായി രൂപീകരിക്കപ്പെട്ട യൂറോപ്യൻ സഖ്യത്തെ നേരിട്ട് വിജയം വരിക്കുന്നതിൽ ആർക്ക് പങ്കുണ്ട്? നെപ്പോളിയന് പങ്കുണ്ട്. 1799 അദ്ദേഹം ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്തു. ഒരു ഏകാധിപതിയായിരുന്നുവെങ്കിലും നിരവധി പരിഷ്കാരങ്ങൾ അദ്ദേഹം നടപ്പിലാക്കി. ഫ്രഞ്ച് വിപ്ലവം മുന്നോട്ട് വെച്ച ചില ആശയങ്ങൾ, ലക്ഷ്യങ്ങളുമായിരുന്നു ഈ പരിഷ്കാരങ്ങൾക്ക് പ്രചോദനമായത്. എന്തൊക്കെയാണ്? കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി. പൊതുകടം ഇല്ലാതാക്കൽ. സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു. ഗതാഗത പുരോഗതിക്കായി നിരവധി റോഡുകൾ നിർമ്മിച്ചു. നെപ്പോളിയൻ പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായിട്ട് ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ചൊരു പുതിയ സംഹിത ഉണ്ടാക്കി. അപ്പോൾ നെപ്പോളിയൻ എന്ന് പറയുന്ന ആള് കുറേ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി. അതുപോലെ തന്നെ പൊതുകടം ഇല്ലാതാക്കുവാനായിട്ട് സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ട് രൂപീകരിച്ചു. ഗതാഗത പുരോഗതിക്കായിട്ട് റോഡുകൾ നിർമ്മിച്ചു. പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായിട്ട് ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ചൊരു പുതിയ നിയമ സംഹിതയുണ്ടാക്കി. ഇനി റൂസോയും മനുഷ്യാവകാശ പ്രഖ്യാപനവും. ഫ്രഞ്ച് തത്വചിന്തകനായ റൂസോയുടെ ആശയങ്ങളാണ് ദേശീയ അസംബ്ലി തയ്യാറാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കുന്നത്. അപ്പോൾ റൂസോയുടെ ആശയങ്ങളാണ് കൂടുതലായിട്ട് അതിൽ പ്രതിഫലിക്കുന്നത്. റൂസോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, മനുഷ്യനെവിടെയും ചങ്ങലയിലാണെന്ന് പറഞ്ഞ ആരാണ്? റൂസിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഗ്രന്ഥമാണ് സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സോഷ്യൽ കോൺട്രാക്ട് ആരുടേതാണ്? സോഷ്യൽ കോൺട്രാക്ട് റൂസോയുടേതാണ്. റൂസോയാണ് മനുഷ്യനെവിടെയും ചങ്ങലയിലാണ് എന്ന് പറയുന്നതും സ്വതന്ത്രനായിട്ട് ജനിക്കുന്നു എന്ന് പറയുന്നതും. അതുപോലെ തന്നെ അദ്ദേഹം ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചതുമാരാണ്? റൂസോയാണ്. റൂസോ തന്നെയാണ് സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്ന ബുക്കിൻ്റെ കർത്താവ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും ആരാണ്? റൂസോയാണ്. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നു. നെപ്പോളിയൻ്റെ കാലഘട്ടത്തിൽ ഫ്രാൻസിൽ ദേശീയത ശക്തിപ്പെട്ടു. യൂറോപ്യൻ രാജ്യങ്ങളെ ഒന്നൊന്നായി ആക്രമിച്ച നെപ്പോളിയൻ്റെ പരിഷ്കാരങ്ങൾ യൂറോപ്പിലാകമാനം വ്യാപിപ്പിക്കുമോ എന്ന് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ ഭയപ്പെട്ടു. ഇംഗ്ലണ്ടിൻ്റെ നേതൃത്വത്തിൽ അവർ സംഘടിച്ചു. നെപ്പോളിയനല്ല, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആശയങ്ങളെയാണ് അവർ ഭയപ്പെട്ടത്. 1815 നമുക്കറിയാം വാട്ടർലൂ യുദ്ധം നടക്കുന്നത്. അതിൽ യൂറോപ്യൻ സഖ്യസേനത്തോട് പരാജയപ്പെട്ട നെപ്പോളിയൻ അധികാരം നഷ്ടപ്പെട്ടു. അപ്പോൾ നെപ്പോളിയൻ അധികാരം നഷ്ടപ്പെടുന്നത് 1815 വാട്ടർലൂ യുദ്ധത്തിലാണ്. പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് പറയുന്നത്? ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുന്നോട്ട് വെച്ച ആശയങ്ങളായിരുന്നു അല്ലേ? മധ്യവർഗത്തിന് ഉയർച്ച, ഫ്യൂഡലിസത്തിന് അന്ത്യം, ദേശീയത എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ നെപ്പോളിയൻ്റെ പരിഷ്കാരങ്ങളും നയങ്ങളും നമ്മൾ പറഞ്ഞു അല്ലേ? ഇവിടെ നമ്മൾ കർഷകർക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നു. പുരോഹിതന്മാരെ രാജ്യത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ പരിഷ്കാരങ്ങളും അദ്ദേഹത്തിന് പറഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ പോയിൻറ്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.